ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന മാനുഷിക ദുരന്തം, ഗാസ മുനമ്പിൽ വർദ്ധിച്ചു വരുന്ന സൈനിക നടപടികൾ ലോകമെമ്പാടും വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഹമാസുമായുള്ള ബന്ദിമോചന കരാറിന് ശേഷം ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഈ മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. ഇത് പലസ്തീൻ എൻക്ലേവിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് നെതന്യാഹു സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയോട് വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും ഞങ്ങൾ അത് ചെയ്യും. ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഹമാസ് നിരായുധീകരിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും സമ്മതിച്ചാൽ യുദ്ധം ഇന്ന് തന്നെ അവസാനിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ അദ്ദേഹം യഹൂദ വിരുദ്ധതയുടെ സുനാമി എന്ന് വിശേഷിപ്പിച്ചു. ഖത്തറും ഈജിപ്തും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളിൽ പകുതി പേരെ മോചിപ്പിക്കാൻ ഈ കരാർ സഹായിക്കുമെന്നും ഖത്തർ പറഞ്ഞു. എന്നാൽ നെതന്യാഹു ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായില്ല. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുൾപ്പെടെ തങ്ങൾക്ക് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് 22 മാസത്തെ യുദ്ധത്തിന് ശേഷം 50 ബന്ദികളിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. നെതന്യാഹുവിന്റെ സന്ദേശത്തിന് ശക്തി പകർന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ശക്തമായ പ്രസ്താവനയുമായി രംഗത്തെത്തി. ഹമാസ് നിരായുധീകരിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്നും നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിന് ഉദാഹരണമായി മുൻപ് സൈനിക നടപടികൾ പൂർണ്ണമായും തകർന്ന ബെയ്ത് ഹനൂർ, റഫ എന്നീ നഗരങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ഭീഷണികൾ സൈനിക വിജയം നേടുന്നതിന് സാധാരണക്കാരെ പോലും ഇസ്രയേൽ ലക്ഷ്യമിടുമെന്ന സൂചന നൽകുന്നുണ്ട്. അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ ശക്തമാവുകയാണ്. ഗാസ നഗരത്തിലെ 1 ദശലക്ഷത്തോളം വരുന്ന ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് ഒഴിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. എന്നാൽ ഇതിനെതിരെ ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി. ഇത് ശേഷിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. ഗാസയിൽ വർദ്ധിച്ചു വരുന്ന ബോംബാക്രമണങ്ങളും വലിയ തോതിലുള്ള സാധാരണക്കാരെ മരണത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നുവെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് പരിഗണിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ലഭിക്കുന്ന പിന്തുണയുടെ സൂചനയാണ്. ഈ സംഘർഷം കേവലം ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദശാബ്ദങ്ങൾ നീണ്ട ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ തുടർച്ചയാണിത്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം ആരംഭിച്ചത്. അതിനുശേഷം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 62,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസ് നടത്തിയ ആക്രമണം വലിയ തോതിലുള്ള സൈനിക നടപടികൾക്ക് ഇസ്രയേലിന് ന്യായീകരണമായി. എന്നാൽ ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് സാധാരണക്കാർ ദുരിതത്തിലായി. ഗാസയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ്. വർഷങ്ങളായി തുടരുന്ന ഇസ്രയേലിന്റെ ഉപരോധം കാരണം ഈ മേഖല ഒരു തുറന്ന ജയിലായി മാറിയിട്ടുണ്ട്. വൈദ്യുതി, വെള്ളം, ഭക്ഷണം, മരുന്ന് എന്നിവയുടെ ക്ഷാമം പതിവാണ്. ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന സൈനിക ആക്രമണങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ആശുപത്രികൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള വഴികൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ മാനുഷിക ദുരന്തത്തിന് വഴിവെച്ചിട്ടുണ്ട്. സമാധാനപരമായ ഒരു പരിഹാരത്തിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാൻ ഇസ്രയേൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അവരുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതേസമയം ഹമാസ് ബന്ദികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ഭിന്ന അഭിപ്രായങ്ങളാണുള്ളത്. അമേരിക്ക ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആഹ്വാനങ്ങൾക്കപ്പുറം കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. എന്നാൽ ഇസ്രയേൽ പലസ്തീൻ നേതൃത്വങ്ങൾ തമ്മിലുള്ള വിശ്വാസമില്ലായ്മ ഇതിന് വലിയ വെല്ലുവിളിയാണ്. ഈ സംഘർഷം രാഷ്ട്രീയവും സൈനികവുമായ തലങ്ങളെ കടന്ന് ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിക്കഴിഞ്ഞു. സമാധാനപരമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമോ അതോ ഈ ദുരിതങ്ങൾ ഇനിയും നീണ്ടുപോകുമോ എന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ്. എന്തായാലും ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ലോക മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും ചർച്ചകളും
നടക്കേണ്ടത് അനിവാര്യമാണ്.